ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് മുണ്ടക്കയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് കെ.എസ്. രാജു അധ്യക്ഷത വഹിച്ചു. ഈ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നെഹ്റു ആരാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും തുരത്തുന്നതിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയും ഒട്ടനവധി ബ്രിട്ടീഷുകാരുടെ പീഡനങ്ങൾക്ക് ഇരയാകുകയും ജയിൽവാസം അനുവദിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിത്വമായിരുന്നു നെഹ്റുജി. ആ നെഹ്റുജി ഒരു നൂതന ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവച്ചു. ഇന്ത്യ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്നും തുരത്തതിന് ശേഷം ഇന്ത്യയുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ ഇതൊക്കെ രൂക്ഷമായിരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ചേർത്തുകൊണ്ട് പല പ്രവിശ്യകളായിരുന്നു, അതെല്ലാം ഇന്ത്യയുടെ ഒരു ഭാഗമാക്കിക്കൊണ്ട് ഒരു നല്ല ഭരണഘടന വിഭാവനം ചെയ്യാൻ വേണ്ടി ഡോക്ടർ ബി.ആർ. അംബേദ്കറെ പോലുള്ള മഹത്വ്യക്തിത്വങ്ങളെ ചുമതലപ്പെടുത്തി. യോഗത്തിൽ വി.ടി. അയൂബ് ഖാൻ, കെ.കെ. ജനാർദ്ദനൻ, ടി.ടി. സാബു, അബു ഉബൈദത്ത്, സാബു മടിക്കിയങ്കൽ, ജോമൻ നീർവേലി, സിനിമോൾ തടത്തിൽ ജിനീഷ് മുഹമ്മദ്, റോസമ്മ ജോൺ, ഫ്ലോറി ആന്റണി, രഞ്ജിത്ത് കുര്യൻ, ജോർജ് കുട്ടി, ടി.സി. രാജൻ, തോമസ് പനമറ്റം, തോമസ് കോശി, അജി വേങ്ങവേലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.